പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് MES കല്ലിടക്കോടി കോളേജിൽ SFI KSU ഫർട്ടേണിറ്റി കൂട്ടുകെട്ട് MSFനെതിരായാണ് ഈ സഖ്യമെന്നാണ് പറയുന്നത്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരത്തിലുള്ള വിചിത്രമായ സഖ്യങ്ങൾ ഈ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും MSFന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അതിനുശേഷം അരുണിലേക്ക്. ഗോവിന്ദമാഷ് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി കൂട്ടുകെട്ടിക്കൊണ്ടാണ് SFI ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ചെയർമാൻ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റിയുടെ 3 വോട്ട് SFI ചെയർമാൻ കാൻഡിഡേറ്റിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ള കൂട്ടർ എന്ന് പറയുന്നത് KSUക്കാരാണ്. എന്താണ് KSUക്കാരന്റെ നിലപാട്? KSUക്കാരന്റെ നിലപാട് എന്താണ്? രാത്രി ഒന്ന് പകലൊന്ന്. എന്താണ് KSUക്കാരന്റെ നിലപാട്? ആ കൃപേഷിനോടും ശരത്ലാലിനോടും ഷുഹൈബിനോടും സാമാന്യ മര്യാദയെങ്കിലും KSUക്കാരൻ കാണിക്കണമെന്ന് MSF പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് പോലും ക്രൂരമായ രീതിയിലേക്ക് നിലപാടെടുത്ത KSU ആണ് കല്ലടി കോളേജിലുള്ളത്. അത്തരത്തിലേക്ക് മുന്നണി മര്യാദ പാലിക്കാതെ അതിന്റെ സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മണ്ണാർക്കാട് KSU ഉള്ളത്. ഇത്തരം സംഗതികളോട് പ്രതികരിച്ച അല്ലെങ്കിൽ ഇത്തരം സംഗതികളിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിച്ച മറ്റു വിദ്യാർത്ഥി സംഘടനകൾ മണ്ണാർക്കാട് നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയ വ്യഭിചാരമാണെന്ന് പറഞ്ഞു വെക്കാൻ MSF ആഗ്രഹിക്കുകയാണ്. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ഈ ഇത്തരം സഖ്യങ്ങളിൽ വലിയ വിചിത്രമായ ഒന്നും തന്നെ ഇല്ല. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ SDPAയുമായി CPM സഖ്യം ചേരുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി സഖ്യമുണ്ട്. അബ്ദുൽ നാസർ മദനിയുടെ PDPയുമായി ഇവർ സഖ്യം ചേർന്നിട്ടുണ്ട്. അപ്പം ഈ വലിയേട്ടന്മാർ കാണിക്കുന്നതാണല്ലോ കോളേജിൽ അനിയന്മാർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ വിചിത്രമായിട്ട് എന്താണുള്ളത്? പറയൂ. ഗൗതമ, തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യമായിട്ട് എല്ലാവരും ഒരുമിച്ചാണ് ഈ പറയുന്ന MSFന്റെ മുസ്ലിം ലീഗ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സംഘടനകളൊക്കെ ഒരുമിച്ച് കേരളത്തിന് പുറത്ത് നിലപാടെടുക്കുന്ന ABVPക്കെതിരെ നിലപാടെടുക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഏതായാലും കേരളത്തിനകത്തും സമാന രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ മണ്ണാർക്കാട് KSUവും അതുപോലെ തന്നെ SFIയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്നുകൊണ്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇപ്പോൾ അവിടെ SFI കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെയാണ് ഇവർക്ക് ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ MSFനെതിരെയുള്ള 10 വർഷത്തെ MSFന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 5 സീറ്റുകളിലാണ് SFI വിജയിച്ചിരിക്കുന്നത്. ചെയർമാൻ, വൈസ് ചെയർമാൻ, ജോയിന്റ് സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ, UC തുടങ്ങിയ സീറ്റുകളിലാണ് SFI വിജയിച്ചത്. ജനറൽ സെക്രട്ടറി, ആർട്സ് ക്ലബ് സെക്രട്ടറി, UEC എന്നീ 3 സീറ്റുകളിൽ MSF വിജയിച്ചു. അതുപോലെ തന്നെ ജനറൽ ക്യാപ്റ്റൻ സീറ്റ് ഫ്രട്ടേണിറ്റിയും വിജയിച്ചു എന്നുള്ളതാണ്. പാർലമെന്ററി രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന MESൽ KSUവും MSFന് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ജനറൽ സീറ്റിൽ മത്സരിക്കാതെ KSU മാറി നിൽക്കുകയും ചെയ്തു. SFIക്ക് KSU ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് വോട്ട് ചെയ്തു എന്നും പറയുന്നുണ്ട്. MSF വിജയിച്ചതിന് പിന്നാലെ KSUവിനെതിരെ മുദ്രാവാക്യം വിളി ഉൾപ്പെടെ ആയിട്ടാണ് MSF രംഗത്തെത്തിയത് എന്നുള്ളതാണ്. ഫ്രട്ടേണിറ്റിയുടെ വോട്ട് ഉൾപ്പെടെ മേടിച്ച് ഇവർ ഈ വലിയ രീതിയിൽ വലിയ വായിൽ UDF ആണെങ്കിലും അതല്ലെങ്കിൽ LDF ആണെങ്കിലും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരിടത്ത് ഇടതുപക്ഷം പറയുന്നു തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് വാങ്ങാൻ നിൽക്കില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുന്നു. മറുവശത്ത് UDF ആണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടോ മറ്റോ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലൊക്കെ പറയുന്നു. പക്ഷേ ഈ കലാലയത്തിൽ ഇപ്പോൾ ഇവരെല്ലാം പരസ്പരം ഒരു ടീമാണ് എന്നുള്ളത് തന്നെയാണ് ഈ MES കല്ലടി കോളേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെയാണ് ഇവരെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് അവിടെ മത്സരിച്ചത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. അതിലുള്ള ആ ഒരു വിയോജിപ്പാണ് MES കല്ലടി കോളേജിൽ MSF എന്ന വിദ്യാർത്ഥി സംഘടന രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പരസ്യമായിട്ട് KSUവിനും അതുപോലെ തന്നെ SFIക്കും ഒക്കെ എതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ സംഭവത്തിൽ തങ്ങൾ കൂട്ടുകെട്ട് മാത്രമാണ്, അതിലുപരി MSFനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ആ കോളേജിലെ തങ്ങളുടെ ലക്ഷ്യമായിരുന്നു എന്നൊക്കെയാണ് SFIയും മറ്റും ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ കോളേജ് തലങ്ങളിലെ ഇങ്ങനെയാണെങ്കിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്.
പലയിടങ്ങളിലും BJP പ്രബലമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേ രീതിയിൽ തന്നെ പയറ്റാൻ വേണ്ടിയുള്ള സാധ്യത വളരെയേറെയാണ്. ആ ഇന്ത്യ സഖ്യത്തിൽ MSFനെതിരെയാണ് മറ്റുള്ളവർ ഒരുമിച്ചത് എങ്കിൽ ഇനി അതവർ MSFനെ കൂടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടുപിടിച്ച് കൂടുതൽ രാഷ്ട്രീയ കളികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിലെ കലാലയങ്ങളിൽ ഇത്തരത്തിൽ പൊതു ഇടത്ത് മാത്രമല്ല കലാലയങ്ങളിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ സജീവമായി മാറുന്നു എന്നുള്ളതായും അതിൻ്റെ ഒരു തെളിവായി മാറുകയാണ് MS കല്ലടി കോളേജിലെ ഈ ഒരു സംഭവം എന്നുള്ളതാണ്. ഈ കോളേജിൽ എന്തായാലും വളരെ വിചിത്രമായ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള സഖ്യമാണ് ഉണ്ടായിരിക്കുന്നത്. SFIയും KSUവും ഫ്രട്ടേണിറ്റിയും ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSFനെതിരെ മത്സരിക്കുകയാണ്. എല്ലാവരും നിലപാടുള്ള ആൾക്കാരാണ് എന്തായാലും ഈ കൂട്ടരെല്ലാം. അത് നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ക്യാമ്പസുകളിലും ഇത്ര നിലപാടില്ലായ്മ സജീവമാക്കുകയാണ് ഇത്തരം സംഘടനകളും അവരെ നയിക്കുന്ന മറ്റ് പുറത്തുള്ള സംഘടനകളുമൊക്കെ. അരുൺ ആലത്തൂരാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.